മൂന്നാർ. മലയാളികൾ മാത്രമല്ല, യാത്ര ഇഷ്ടപ്പെടുന്ന ഏതൊരാളും സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം. ആനമുടി കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തേതും കേരളത്തിൽ ട്രെക്കിംഗ് പെർമിറ്റഡായ ഏറ്റവും ഉയരം കൂടിയ സ്ഥലവുമാണ് മൂന്നാറിലെ മീശപ്പുലിമല. ദക്ഷിണേന്ത്യയിലെയും കേരളത്തിലെയും ട്രെക്കിംഗ് ഇഷ്ടപ്പെടുന്ന ഏതൊരാളുടെയും ബക്കറ്റ് ലിസ്റ്റിലുണ്ടാവുന്ന ഒരു പേരാണ് മീശപ്പുലിമല. മീശപ്പുലിമലയെ പോലെ തന്നെ കൊളുക്കുമലയും അതിൻ്റെ സൗന്ദര്യത്തിന് പേരുകെട്ട ഒരു സ്ഥലമാണ്. ഈ രണ്ട് സ്ഥലങ്ങളും ഒറ്റ യാത്രയിൽ കവർ ചെയ്യാൻ അവസരം കിട്ടിയപ്പോൾ പിന്നൊന്നും ആലോചിച്ചില്ല. തിരുവനന്തപുരത്തുള്ള അമാസ് കേരള എന്ന ടീമിൻ്റെ 2 ദിവസത്തെ പാക്കേജിലായിരുന്നു ഈ ചാൻസ് കിട്ടിയത്. ഈ പാക്കേജിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഈ വീഡിയോയിലുണ്ട്. തിരുവനന്തപുരത്ത് നിന്നും നമ്മുടെ സ്വന്തം KSRTC ബസ്സിലാണ് എൻ്റെ യാത്ര തുടങ്ങിയത്. മൂന്നാർ പട്ടണത്തിൽ നിന്നും അവിടുത്തെ നാട്ടുകാരോടൊപ്പം ജീപ്പ് യാത്ര ആസ്വദിച്ച് സൂര്യനെല്ലി എന്ന ഗ്രാമത്തിലെത്തി. തേയിലത്തോട്ടങ്ങളും കുന്നുകളും കൊണ്ട് ചുറ്റപ്പെട്ട മനോഹരമായ ഒരു ചെറിയ ഗ്രാമം. അവിടെ നിന്നും ക്യാമ്പ് സൈറ്റിലോട്ട് ഏതാണ്ട് 6 കിലോമീറ്റർ ആയിരുന്നു. ഇത് ഓട്ടോയിലാണ് കവർ ചെയ്തത്. പലതവണ ടെൻറ്റുകളിൽ താമസിച്ചിട്ടുണ്ടെങ്കിലും ഇത് ഒരു വെറൈറ്റി സ്റ്റേ ആയിരുന്നു. കുറച്ച് എൻ്റർടൈൻമെൻറ്റ് പരിപാടികൾക്കൊക്കെ ശേഷം സിപ്പ് ലൈൻ, കമാൻഡോ വാക്ക്, ആർച്ചറി എന്നിങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. ഒരു അടിപൊളി ഉച്ചഭക്ഷണത്തിന് ശേഷം ഏതാണ്ട് 3 മണിയോടെ ഞങ്ങൾ കൊളുക്കുമലയിലേക്ക് യാത്ര തുടങ്ങി. കൊളുക്കുമലയിലെ സൂര്യാസ്തമയം എൻജോയ് ചെയ്യുക എന്നതായിരുന്നു നമ്മുടെ ലക്ഷ്യം. ശരീരത്തിൻ്റെ എല്ലാ ജോയിൻസും ലൂസ് ആവുന്ന രീതിയിലായിരുന്നു ആ ഓഫ് റോഡ് യാത്ര. മുകളിലെത്തിയപ്പോൾ കാണാൻ കഴിഞ്ഞത് ഇതാണ്. കോടമഞ്ഞ് കാരണം സൂര്യാസ്തമയം കാണാൻ അവസരം കിട്ടിയില്ലെങ്കിലും ആ കോട മതിയാവോളം ആസ്വദിച്ചു. ക്യാമ്പ് ഫയറും നല്ലൊരു ഡിന്നറും കഴിച്ചാണ് ആ ദിവസം അവസാനിച്ചത്. അടുത്ത ദിവസം പുലർച്ചെ 3 മണിക്ക് മീശപ്പുലിമലയിലേക്ക് ജീപ്പിൽ യാത്ര ആരംഭിച്ചു. മൂന്നാറിലെ KFDC ഓഫീസിൽ നിന്നാണ് പാസ് എടുക്കേണ്ടത്. ഒരു ദിവസം മുന്നേ ഈ പാസൊക്കെ എടുത്ത് വെക്കേണ്ടതാണ്. ഈ KFDC ഓഫീസിൻ്റെ സൈറ്റിൽ നിന്നും മീശപ്പുലിമല ബേസ് ക്യാമ്പ് വരെയുള്ള യാത്ര ജീപ്പിലാണ്. ഏതാണ്ട് 20 കിലോമീറ്റർ ദൂരമുള്ള ഈ യാത്ര കംപ്ലീറ്റ് ചെയ്യാൻ 1.5 മണിക്കൂറോളം എടുക്കും. ഇത് മീശപ്പുലിമല ബേസ് ക്യാമ്പ്. പാസുകളൊക്കെ ഇവിടെ ഏൽപ്പിച്ച ശേഷം പോകുന്നവരുടെ ഡീറ്റെയിൽസൊക്കെ ഇവിടെ എഴുതേണ്ടതുണ്ട്. ടെൻറ്റ് സ്റ്റേ ഉൾപ്പെടെ KFDCയുടെ പല താമസ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്. ഈ അക്കോമഡേഷനൊക്കെ ഓൺലൈനായി നമുക്ക് ബുക്ക് ചെയ്യാവുന്നതാണ്. ടെൻറ്റ് സ്റ്റേക്ക് ഏതാണ്ട് 4400 രൂപയിൽ നിന്നാണ് സ്റ്റാർട്ടിങ്. അവധി ദിവസങ്ങളിലും വീക്കെൻഡിലും ഈ റേറ്റ് വ്യത്യാസപ്പെടും. ബേസ് ക്യാമ്പിൽ നിന്നും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ശേഷം മീശപ്പുലിമല ട്രെക്കിങ്ങിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് വീണ്ടും ഒരു ജീപ്പ് യാത്ര തുടങ്ങി. ഇതാണ് റോഡോ മാൻഷൻ. ഏകദേശം 6500 രൂപയ്ക്ക് ഓൺലൈനായി ബുക്ക് ചെയ്യാൻ കഴിയും. സമുദ്രനിരപ്പിൽ നിന്നും ഏതാണ്ട് 8000 അടി ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ സ്ഥലത്തേക്കുള്ള യാത്ര ആരംഭിച്ചു. തുടക്കത്തിലെ കയറ്റം കുത്തനെയുള്ളതും അല്പം ബുദ്ധിമുട്ടുള്ളതുമായിരുന്നു. ആ സമയത്ത് സൂര്യൻ ഉദിച്ചു വരികയായിരുന്നു. ഏതാണ്ട് 500 മീറ്റർ കയറിയപ്പോൾ സൺറൈസ് പോയിന്റിലെത്തി. കാലാവസ്ഥ നല്ലതായത് കാരണം പ്രകൃതി സൗന്ദര്യം പരമാവധി ആസ്വദിക്കാനും ഒരു പ്രശ്നവുമില്ലാതെ ട്രെക്കിംഗ് പൂർത്തിയാക്കാനും കഴിഞ്ഞു.
സൺറൈസ് പോയിന്റിൽ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തതിന് ശേഷം വീണ്ടും മുന്നോട്ട് നീങ്ങി. കയറ്റം പോലെ തന്നെ ഇറങ്ങുന്നതും ബുദ്ധിമുട്ടുള്ളതായിരുന്നു. വരയാട് അല്ലെങ്കിൽ നീലഗിരി ധാറിനെ കാണാനുള്ള ഭാഗ്യം അവിടെ ലഭിച്ചു. അവർ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയായിരുന്നു എന്ന് തോന്നുന്നു. അവരെ ശല്യപ്പെടുത്താതെ തന്നെ വീണ്ടും യാത്ര തുടർന്നു. വഴിയിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വാട്ടർ പോയിൻ്റ് ഉള്ളത് കാരണം അധികം വെള്ളം ക്യാരി ചെയ്യേണ്ട കാര്യമില്ല. ഡെസ്റ്റിനേഷൻ എത്തുന്നതിന് മുൻപ് ഏതാണ്ട് 8 കുന്നുകളാണ് നമുക്ക് കയറാനുള്ളത്. സഹ്യാദ്രി മലനിരയിലെ രണ്ടാമത്തെ ഉയരം കൂടിയ സ്ഥലമാണ് മീശപ്പുലിമല. ഈ ട്രക്ക് ഒരു മോഡറേറ്റ് ട്രക്കാണ്. ഏതാണ്ട് 8 കിലോമീറ്ററാണ് ഇതിൻ്റെ ഡിസ്റ്റൻസ്. പ്രകൃതി ഒരിക്കലും നിങ്ങളെ ക്ഷീണിക്കാൻ അനുവദിക്കില്ല. എവിടെ നോക്കിയാലും ഫോട്ടോ ഫ്രെയിമാണ്. KFTCയുടെ അനുമതിയോടെ മാത്രമേ ഈ ട്രക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. KFTCയുടെ തന്നെ പല പാക്കേജുകളും ലഭ്യമാണ്. അവരുടെ പാക്കേജുകൾ ബുക്ക് ചെയ്ത് വരികയോ അല്ലെങ്കിൽ ഏതെങ്കിലും ടീമിൽ നിന്ന് പാക്കേജ് ബുക്ക് ചെയ്ത് വരികയോ ചെയ്യാം. ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഉൾപ്പെടെ ഏതാണ്ട് 1000 രൂപയ്ക്ക് KFTCയിൽ നിന്നും ഡേ പാക്കേജ് കിട്ടാവുന്നതാണ്. ഈ 10 സ്റ്റേ അല്ലെങ്കിൽ റോഡോ മാൻഷനൊക്കെ ബുക്ക് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ ഈ ട്രക്കും ചെയ്യാവുന്നതാണ്. ബേസ് ക്യാമ്പ് വരെ ജീപ്പിലാണ് വരാൻ കഴിയുക. ഏതാണ്ട് 3500 മുതൽ 4000 രൂപയാണ് ജീപ്പിൻ്റെ ചാർജ്. ഈ ട്രക്ക് പൂർണ്ണമായും പ്ലെയിൻ ആയിട്ടുള്ള കുന്നുകളിലൂടെയാണ്. അതിനാൽ വളരെ ദൂരെയുള്ള കാഴ്ചകൾ തന്നെ നല്ലതായിട്ട് ആസ്വദിക്കാൻ കഴിയും. ഈ ട്രക്കിൻ്റെ മറ്റൊരു പ്രത്യേകത പോകുന്നത് ഒരു വഴിയും തിരികെ വരുന്നത് മറ്റൊരു വഴിയിലൂടെയാണ്. ഇത് നേപ്പാളിൻ്റെ ദേശീയ പുഷ്പമായ റോഡോഡെൻഡ്രമാണ്. അങ്ങനെ ഒരുപാട് കാത്തിരുന്ന ആ സ്ഥലമെത്തി. ആ സൗന്ദര്യം നിങ്ങളും ഒന്ന് കണ്ടു നോക്കൂ. ഈ കല്ല് ഒരു ബോർഡറാണ്. കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും ബോർഡർ. ഇവിടെ മേഘങ്ങൾ വന്നു പോകുന്നത് കാണാൻ നല്ല രസമായിരുന്നു. വലിയ തിരക്കില്ലാത്തത് കാരണം ആവശ്യത്തിലേറെ സമയം കിട്ടി. അവിടെ ക്യാമറയിൽ കൂടെ കാണാനും പറയാനും പറ്റുന്നതിന് ഒരു ലിമിറ്റുണ്ട്. പ്രകൃതി സൗന്ദര്യം അത് നേരിട്ട് തന്നെ കണ്ടു മനസ്സിലാക്കിയാലേ പറ്റൂ എന്നൊന്നുകൂടെ മനസ്സിലാക്കി തന്ന ഒരു സ്ഥലമാണ് മീശപ്പുലിമല. നിങ്ങൾക്കൊക്കെ എത്രമാത്രം ഈ ബ്യൂട്ടി ആസ്വദിക്കാൻ കഴിയുന്നു എന്നറിയില്ല. ഒരു 8 കിലോമീറ്റർ ട്രെക്ക് ചെയ്യാൻ കഴിയുന്നവരാണെങ്കിൽ തീർച്ചയായും ഇവിടെ വന്ന് തന്നെ ഇത് ആസ്വദിക്കണം. തിരികെയുള്ള വഴിയും ഒട്ടും മോശമല്ലായിരുന്നു. പ്രകൃതി ഭംഗി നല്ലോണം എൻജോയ് ചെയ്ത് ട്രെക്ക് ചെയ്യാൻ കഴിയുന്ന വഴി. അങ്ങനെ എൻ്റെ ബക്കറ്റ് ലിസ്റ്റിലെ ഒരു ലൊക്കേഷൻ കൂടി സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. ഇതുപോലെ അടുത്തൊരു ട്രാവൽ അല്ലെങ്കിൽ ട്രെക്കിംഗ് വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ.